ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ സമയം ഒരു 6 മണി ആയിണ്ടാവും. ഞാൻ സുബൈസ്കരിക്കാൻ നീച്ചതാണ്. പതുക്കെ സൗണ്ട് ഉണ്ടാക്കാതെ മെല്ലെയാണ് നിസ്കാരം കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം സൗണ്ട് ഉണ്ടായാൽ അല്ലു നീക്കും. അല്ലു നീച്ച് കഴിഞ്ഞാൽ പിന്നെ ആകെ ബഹളമായിരിക്കും. അപ്പൊ ഞാൻ പതുക്കെ നിസ്കാരം കാര്യമൊക്കെ കണ്ട് കഴിക്കും. നിസ്കരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിടക്കും കേട്ടോ. രാത്രി അവൾ ഒരുപാട് പ്രാവശ്യം നീക്കണോണ്ട് എനിക്ക് ഭയങ്കര ടയർഡ്നെസ് ഫീൽ ചെയ്യും. അപ്പം ഞാൻ കുറച്ച് നേരം കൂടിയൊക്കെ കിടക്കും. ഒരു 7-7:30 വരെ കിടക്കും. ആ ഒരു 7:30 ആകുമ്പോൾ ഞാൻ എണീച്ച് കഴിഞ്ഞാൽ എണീക്കുമ്പോൾ തന്നെ അല്ലു നീച്ചിട്ടുണ്ടാകും. അപ്പം അല്ലു ഞാനും കൂടി ഇങ്ങോട്ട് നീച്ച് താഴോട്ട് പോരും. അതിമോൾ പിന്നെയും കുറച്ച് നേരമൊക്കെ കിടക്കും കേട്ടോ. അപ്പം ഞാൻ താഴോട്ട് വന്നപ്പം ഇവിടെ അമ്മ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൊറാട്ടയും ബീഫ് കറിയാണ് കേട്ടോ. ബീഫ് കറി ആയപ്പോൾ എല്ലാവർക്കും പൊറോട്ടയ്ക്ക് ഒരു പൂതി ആയതാണ്. അങ്ങനെ പൊറോട്ട വാങ്ങിയതാണ്. അതിന് ഇടയ്ക്കൊക്കെ നമുക്ക് ബീഫ് കറി ആകുമ്പം പൊറോട്ട കൂട്ടി കഴിക്കാനൊരു പൂതി ഉണ്ടാവില്ലേ, അങ്ങനെ വാങ്ങിയതാണ്. അങ്ങനെ ചായയും കറിയൊക്കെ റെഡിയായി. ഇനി പൊറോട്ട പപ്പ വാങ്ങി വന്നിക്കണേ. അപ്പം ഇനിയിപ്പോൾ ചായ കുടിക്കുന്ന പരിപാടിയാണ്. അനിയൻ ഇന്ന് സ്കൂളിലൊരു എക്സാം ഉണ്ട്. ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറഞ്ഞൊരു എക്സാം ആണ്. അപ്പോൾ ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവൻ്റെ ചായ കൂടിയൊക്കെ നടക്കുന്നുണ്ട്. അവന് പെട്ടെന്ന് പോകണം. അപ്പോൾ അവൻ ചായ കുടിച്ച് വേഗം പോയി. അപ്പോൾ ബാക്കി ഞങ്ങൾ ഇനി ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പൊറോട്ടൻ്റെ കൂടെ 2-3 ചപ്പാത്തി വാങ്ങിയാണ്. നാനക്ക് വലിയ താല്പര്യമില്ല രാവിലെ തന്നെ പൊറോട്ട കഴിക്കാൻ. അപ്പം നാന ചപ്പാത്തിയാണ് കഴിച്ചത്. നാനാന്ന് പറഞ്ഞാൽ എൻ്റെ വല്യപ്പനെ നാനാന്നാട്ടോ വിളിക്കുക. ഞങ്ങളെല്ലാവരും നാനാന്നാ വിളിക്കുക. അങ്ങനെ ഇപ്പം ചായയുടെയും പരിപാടിയൊക്കെ കഴിഞ്ഞ് പുറത്ത് പാല് വന്നിട്ടുണ്ടാകും. അപ്പോൾ പാല് പോയി എടുത്തുകൊണ്ടുവന്ന് അല്ലുവിന് ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടി പാലെടുത്തതാണ്. അനിയത്തി പപ്പൻ്റെ കൂടെ പോവാണ്. അനിയത്തി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്ക് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് പപ്പൻ്റെ കൂടെ ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ്. അപ്പം ഞാനെൻ്റെ ചായയുടെയും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് നാന പേപ്പർ വായിക്കാൻ പോവാണ്. അപ്പം ഞാനിവിടെ പുറത്ത് കണ്ടപ്പം എന്നോട് പേപ്പർ എടുത്തു തരാൻ പറയുന്നു നാന. അങ്ങനെ ഞാൻ പേപ്പർ എടുക്കാൻ പോയപ്പോഴാണ് നമ്മളെ അല്ലുവിൻ്റെ ഫ്രണ്ടിനെ ഉണ്ട്. അല്ലുവിൻ്റെ ഫേവറേറ്റ് ആളാണ് ഈ പൂച്ചക്കുട്ടി. ഇങ്ങനെ ഒരു 3 എണ്ണം ഉണ്ട്. ഓരെ കണ്ടാൽ ഓരെ വെയ്ത്തല ഓടലാണ് അല്ലുവിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി. ഇപ്പം തൽക്കാലം ഏതായാലും ഓള് കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ അവിടെ ഒറ്റയ്ക്ക് പോയതാണ്. ഇതൊക്കെ തലേ ദിവസം അലക്കിയ ഡ്രസ്സാണ്. അപ്പം അതിൽ ഉണങ്ങാത്തതുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് വെയിലത്തേക്ക് ഇടണം. അതിമോള് രാവിലെ നീച്ചപ്പം മുതലേ ഈ ബബിൾ ക്യാമറയിലാണ്. അത് അവള് പഴയത് എന്തെന്നോ എടുത്തു കൊണ്ടുവന്നതാണ്. അപ്പം അത് നന്നാക്കി തരണം. അത് വർക്ക് ചെയ്യണില്ല. അതിൽ ബബിള് നിറയ്ക്കണം. ബബിള് വരാനുള്ളത് നിറയ്ക്കണം. എനിക്ക് വർക്ക് ചെയ്യിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയാണ്. ഇന്നിപ്പോൾ രാവിലെ തൊട്ടേ അതിമലാണ് അവളെ ഫുള്ള് മൂഡ് കിടക്കുന്നത്. അത് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ അതിമോളും അല്ലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം കുറേ ടൈം വേണം. അപ്പം ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ ഓരോ കുളിപ്പിക്കാൻ പോവാണ്. അല്ലുവിനെ ഓർക്കണം. അതിമോക്ക് ക്ലാസ് ടൈം ആവാനായിക്കണ്. അങ്ങനെ ഓളെ ഞാൻ എടുക്കാൻ വന്നപ്പോൾ ഓള് നാന പുറത്ത് പോകണമെന്ന് നോക്കി നിൽക്കാട്ടോ. ഒക്കെ ആരെങ്കിലും പുറത്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരെ കൂടെ പോകണോ. ഓളെ പൂതിക്ക് വേണ്ടി ഓളൊന്ന് കയറ്റും. ഇങ്ങോട്ട് ഗേറ്റ് വരെ പോകും. ഇങ്ങോട്ട് പിന്നെ ആരെങ്കിലും വാങ്ങും. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവർക്ക് പുറത്ത് പോയാൽ അതൊരു സന്തോഷമാണ് ഉണ്ടാവുക. ഇത് അല്ലുവിൻ്റെ പൂച്ച. ഞാൻ നേരത്തെ പറഞ്ഞ കാഴ്ച നിങ്ങൾക്ക് ഇപ്പം കാണട്ടോ. പൂച്ചൻ്റെ വീട്ടിൽ ഓടുന്ന കണ്ടില്ലേ? എപ്പോഴെങ്കിലും പൂച്ച തോണ്ടും. അതുവരെ ഓള് ഓടും. ഇപ്പം പപ്പ ഓളെടുത്തിക്കണ് പൂച്ചനെ കാട്ടി കൊടുക്കാൻ. ഇപ്പോൾ ഒക്കെ എത്താത്ത സ്ഥലത്താണ് പൂച്ച. അപ്പോൾ പൂച്ചനെ കാട്ടി കൊടുക്കാൻ വേണ്ടി പപ്പ ഓളെടുത്തതാണ്. ഓളും പപ്പി എന്തെല്ലോ പൂച്ചനോട് പറയുന്നുണ്ട്. പൂച്ചക്ക് അവ കൊടുക്കുന്നുണ്ട്. ഓളെ എൻ്റെ അമ്മ വിളിക്കുക ഓളെ അവ ബീവി എന്നാണ്. എല്ലാത്തിനും അവ കൊടുക്കും. പൂച്ചക്കും എല്ലാത്തിനും എപ്പോൾ നോക്കിയാലും അവ കൊടുക്കണ പരിപാടിയാണ്.
അങ്ങനെ കുറേ വെയിറ്റിൽ നടന്ന് പോരെ കുളിപ്പിച്ച് ഇപ്പോൾ സമയം ഒരു 10:45 ആയി ഉണ്ടാകും. അതിമോക്ക് 11 o'clock ക്ലാസ് തുടങ്ങും. അപ്പോൾ അതിനു മുന്നേ അല്ലുവിനെ ഉറക്കണം. ചിലപ്പോൾ കൊണ്ട് ഉറങ്ങും, ചിലപ്പോൾ ഉറങ്ങൂല. എങ്ങനെയെങ്കിലും ക്ലാസ് ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി മാക്സിമം ഓൾ അവിടെ ഉറങ്ങാതെ തന്നെ ഇരിക്കും. എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഉറക്കിയാൽ തന്നെ ആ ഒരു ടൈം ആകുമ്പോഴത്തേനും ഒരു 15 minutes ഉള്ളിൽ ഓൾ നീച്ചു പോരും. അങ്ങനെയാണ് അവൾ ആ ടൈമുള്ള ഉറക്ക്. എന്തായാലും ഞാൻ വേഗം കുളിപ്പിച്ചൊന്ന് ഉറക്കും. മുടി വാരാനോ മുടിമേൽ ക്ലിപ്പിടാനോ ഒന്നും സമ്മതിക്കൂല കേട്ടോ. അഥവാ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അറിയാതെ ഇട്ടാലും ഓൾ അതെങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിട്ട് അത് അതേപടി പിടിച്ച് വലിച്ചിടും. പിന്നെ പൗഡർ കൊട്ടി തീർക്കുക, റിമോട്ടിൽ കളിക്കുക, ഇതൊക്കെയാണ് നമുക്ക് കുളിച്ച് വന്നുള്ള മെയിനായിട്ടുള്ളൊരു പരിപാടി. ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ് അതൊക്കെ. അങ്ങനെ അതിമോളെ റെഡിയാക്കി. അതിമോക്ക് ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അവളെ സ്കൂളിൻ്റെ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാവും ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ കാണാനുള്ളത്. അപ്പോൾ അത് കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഞാൻ കുറച്ച് കാണിച്ചു കൊടുക്കും, പിന്നെ റെഡി ആവുമ്പോഴും ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും. ആ ഒരു സെയിം കണ്ടന്റ് തന്നെ ആയിരിക്കും അന്ന് ഓൺലൈൻ ക്ലാസ്സിലും ഉണ്ടാവും കേട്ടോ. അങ്ങനെ കരച്ചിൽ ഒച്ചപ്പാടൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് അല്ലു കിടന്നുറങ്ങിട്ടോ. അല്ലു കരഞ്ഞത് അതിമോട് ക്ലിപ്പിടുമ്പോൾ കരയും, പക്ഷെ ക്ലിപ്പിടണ നമുക്ക് ഇഷ്ടമല്ല. അപ്പം അങ്ങനെ എല്ലാം കൂടി ആയിട്ട് ഒന്ന് കരഞ്ഞ് അങ്ങനെ അവൾ ഉറങ്ങി കഴിഞ്ഞിട്ട് അതിമോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനൊന്ന് കിച്ചണിൽ വന്ന് നോക്കിയപ്പം ലഞ്ചിനുള്ള പ്രിപ്പറേഷന് തുടങ്ങിയാണ്. അപ്പം ഇന്ന് ഉച്ചക്കും ബീഫ് തന്നെ ആട്ടോ കറി വെച്ചത്. ഇന്ന് രാവിലെ തേങ്ങ അരച്ചാണ് വെച്ചതെങ്കിൽ ഇപ്പോൾ മസാലക്കറി ആയിട്ടാണ് ചോറുക്ക് വെച്ചത്. ഒരു സ്പെഷ്യൽ കറിയാണ്. അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ഷെയർ ചെയ്യേണ്ട ഇൻഷാ അള്ളാ. നമ്മൾ പറഞ്ഞാൽ ഇതിങ്ങനെ തേങ്ങാക്കൊത്തൊക്കെ നമ്മൾ ആദ്യം എണ്ണയിൽ വറുത്തെടുത്തിട്ട് ആ എണ്ണയിൽ തന്നെയാണ് പിന്നെ ബാക്കി ഈ ഉള്ളി വറുക്കൽ പരിപാടിയൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ അകത്തെ ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അകത്തേക്ക് വന്നതാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞപ്പം അതിമോള് പരത്തിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുകയാണ്. ഇതിൻ്റെ PGൻ്റെ ID കാർഡാട്ടോ. ഞാൻ വിചാരിച്ചു ഇതൊക്കെ മിസ്സായിരുന്നെന്നാണ് വിചാരിച്ചത്. ഇതൊന്നിപ്പോൾ അതിമോള് രാവിലെ ബബിൾ ക്യാമറ തപ്പിയെടുത്തപ്പോൾ ഓക്ക് കിട്ടിയതാണ്. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് കുറച്ച് വേസ്റ്റൊക്കെ കൊണ്ടുപോയി കത്തിച്ച് ഒന്ന് നോക്കിയപ്പോൾ നമ്മൾ അല്ലു ബേബി നീച്ചിക്കണേ. ഓൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എനിക്ക് കുളിക്കാൻ ബാക്കിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചോളൂ ഞാനെൻ്റെ അടുത്ത് ഇരുന്നോട്ടെ, കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിക്കട്ടെ, ഞാൻ അപ്പോഴത്ത് കുളിച്ച് വരാമെന്ന് വിചാരിച്ച്. എന്നാൽ എല്ലാവരും കൂടി ഇരുന്ന് ലഞ്ച് കഴിക്കാമല്ലോ. അപ്പോൾ ഞാൻ അപ്പോഴത്ത് പോയി കുളിച്ച് വന്നു. ഞാൻ ഈ ചാനലിൽ കുറേ ആയിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യലില്ലായിരുന്നു. കുറച്ച് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് പിന്നെ ഞാൻ വീഡിയോസൊന്നും ചെയ്തിട്ടില്ല. അത് വേറൊന്നുകൊണ്ടൊന്നുമല്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ടേനി. അങ്ങനെ എൻ്റെ ഒരു കുഴപ്പം കൊണ്ട് തന്നെയാണ് അപ്ലോഡ് ചെയ്യാതിരുന്നത്. പിന്നെ ഇൻഷാ അള്ളാ ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. കുളിയൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ വന്നപ്പോൾ ഉമ്മ കൽത്തപ്പത്തിനുള്ള ഉള്ളി മൂപ്പിക്കുന്നുണ്ട്. പിന്നെ പയറുപ്പേരി ഞങ്ങൾക്ക് എല്ലാവർക്കും ചൂടാണ് കേട്ടോ ഇഷ്ടം. പയറുപ്പേരി പെട്ടെന്നാണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറ് വയ്ക്കാനിരുന്ന്. ഇനിയിപ്പോൾ അല്ലുവിന് ഫുഡ് കൊടുക്കണം. അല്ലു നമ്മളെ കൂടെയൊക്കെ ഇരിക്കും, പക്ഷെ നമ്മൾ കഴിക്കുന്ന ഫുഡൊന്നും അങ്ങനെ വയറ് നിറച്ച് കഴിക്കൂല. ടേസ്റ്റൊക്കെ അങ്ങനത്തെ പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അല്ലുവിന് ഫുഡ് ഉണ്ടാക്കണം. അല്ലുവിന് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അമൃതപ്പൊടി ഉണ്ടാവില്ലേ, അതിൻ്റെ കുറുക്കാണ് കേട്ടോ. കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കും. അങ്ങനെ തിന്നണ വീഡിയോ എടുക്കാൻ കഴിയൂല, കാരണം കുറേ ടൈം എടുക്കണുണ്ട്. എന്നാലും ഞാൻ കുറച്ചൊക്കെ ഇൻക്ലൂഡ് ചെയ്തിക്കണേ.
കുറേ നോക്കി മനസ്സിലാക്കി എന്താ ടേസ്റ്റൊക്കെ കണ്ടറിഞ്ഞൊക്കെ തിന്നുള്ളൂ, അല്ലാതെ പെട്ടെന്ന് അങ്ങോട്ടൊന്നും തിന്നൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ ഉമ്മ കൽത്തപ്പത്തിനുള്ള ശർക്കര ഉരുക്കലും തേങ്ങാക്കൊത്ത് വറുക്കലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉമ്മൻ്റെ കൽത്തപ്പത്തിൻ്റെ ബാറ്ററൊക്കെ റെഡിയായി. ഇനിയിപ്പം അത് കുക്കറിൽ ഒഴിച്ച് റെഡിയാക്കാണ്. അപ്പോൾ വൈകുന്നേരം ഇന്ന് നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാണ്ട്. എനിക്ക് ഒരു സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ട് ഭയങ്കര അലർജിക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകാണ്ട്. അപ്പം വേഗം ചായ കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിക്കണം കേട്ടോ. ടൈം പറഞ്ഞിരുന്നു, അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ എത്താൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചായ കുടിച്ച് ഇറങ്ങി. പോകുമ്പോൾ ഒരു 3 മണിയൊക്കെ ആയിരുന്നു ടൈം. തിരിച്ചു വന്നപ്പോഴത്തേന് ഒരുപാട് ലേറ്റായി. കുറേ പേഷ്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ രാത്രി ആയിപ്പോയി. ആകെ ടയേർഡായി. പിന്നെ വ്ളോഗ് ചെയ്യാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം കുട്ടികളും ടയേർഡാണ്, ഞാനും ടയേർഡാണ്. അങ്ങനെയൊക്കെ പിന്നെ അന്ന് അങ്ങനെയാണ്ട് വേഗം വീട്ടിലെത്തി. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇനി ഇൻഷാ അല്ലാ നല്ല നല്ല വീഡിയോസായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നുണ്ട്. അപ്പം അസ്സലാമു അലൈക്കും, ബൈ.